അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ അണിയറയിൽ ഒരുങ്ങുകയും ലബനനിലെ ആക്രമണത്തിന്റെ പേരിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ വിളിച്ച് ചീത്ത വിളിക്കുകയും ചെയ്തിട്ടും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്ക ഇറാനുമായി എന്ത് കരാർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാനെ ഒരു കാരണവശാലും ആണവായുധം കൈവരിക്കാൻ താൻ അനുവദിക്കില്ലെന്ന് നെതന്യാഹു ജെറുസലേമിൽ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ സ്വന്തം ക്യാബിനറ്റിൽ നിന്നും രാജ്യത്തിനകത്തു നിന്നും കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിടുന്നതിനിടയിലാണ് മാസീവ് പ്രതിരോധവുമായി ബിബി എന്ന നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനെ ആണവ ബോംബ് തൊടിയിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവ മോഹങ്ങളെ ചവിട്ടി മെതിക്കുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമാണെന്നാണ് നെതന്യാഹു ആവർത്തിച്ചത്. താൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇന്നും നാളെയും ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതായി പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർപ്പൻ ആക്രമണ പരമ്പരയ്ക്കാണ് തങ്ങൾ നേതൃത്വം നൽകിയതെന്നും ഇറാനിൽ നിന്നുള്ള അടിയന്തര ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കി ഇസ്രായേലിനെ സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇതിലൂടെ സാധിച്ചുവെന്നും നെതന്യാഹു അവകാശപ്പെടുകയും ചെയ്തു. ഇറാനെ തങ്ങൾ എങ്ങനെ നേരിട്ടുവെന്ന വിവരങ്ങളാണ് നെതന്യാഹു പുറത്തുവിട്ടത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ തെരഞ്ഞുപിടിച്ച് വധിച്ചും ഭീകര ഭരണകൂടത്തിന്റെ തലവന്മാരെ ഇല്ലാതാക്കിയും അവരുടെ ആണവ നിലയങ്ങൾ തകർത്തും ഇസ്രായേൽ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. ഇറാന്റെ മിസൈലുകളും അവ നിർമ്മിക്കുന്ന ഭൂരിഭാഗം ഫാക്ടറികളും തകർത്തതിനൊപ്പം അവരുടെ നാവിക വ്യോമസേനകളെയും ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം നൽകിയ സൈനിക കമാൻഡർമാരെയും ഇസ്രായേൽ സൈന്യം തീർത്തു കളഞ്ഞു. ഈ ഒരൊറ്റ സൈനിക നീക്കത്തിലൂടെ നൂറുകണക്കിന് ബില്യൺ ഡോളർ മുതൽ $1 ട്രില്യൺ വരെയുള്ള മൂല്യം വരുന്ന വമ്പൻ സാമ്പത്തിക നഷ്ടമാണ് ഇറാന് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാനായി വർഷങ്ങളായി ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഭീഷണിയാണ് തങ്ങൾ ഇല്ലാതാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പോരാട്ടം ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്നാണ് നെതന്യാഹു നൽകുന്ന കടുത്ത മുന്നറിയിപ്പ്. കൂടുതൽ ജാഗ്രതയോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തെ സംരക്ഷിക്കാൻ ഇനിയും മുന്നോട്ടു പോകും. ഈ പോരാട്ടം ഇറാനെതിരെ മാത്രമല്ല, ഗസ, ലബനൻ, സിറിയ, യമൻ, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇറാന്റെ ഫണ്ട് പറ്റി ജീവിക്കുന്ന ഹിസ്ബുള്ളയും ഹമാസും ഉൾപ്പെടെയുള്ള എല്ലാ ഭീകര സംഘടനകൾക്കെതിരെയും തുടരുക തന്നെ ചെയ്യുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമാധാന കരാർ ആയെങ്കിലും ഇറാന്റെ പക്കലുള്ള 440 കിലോഗ്രാം യുറേനിയം ശേഖരം ഇപ്പോൾ സമാധാന കരാറിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന വില്ലനായി മാറിയിട്ടുണ്ട്. ഈ 440 കിലോ യുറേനിയം വിട്ടുകൊടുക്കാൻ ഇറാൻ ഒട്ടും താല്പര്യമില്ല. എന്നാൽ അത് കൈക്കലാക്കി തരിപ്പണമാക്കുമെന്ന കടുത്ത നിലപാടിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.